ഒരു EV അഥവാ ഇലക്ട്രിക് വാഹനം വാങ്ങിയാൽ അതിന്റെ ബാറ്ററിയെക്കുറിച്ചും അതിന്റെ റേഞ്ചിനെ കുറിച്ചും പരിപാലന രീതികളെക്കുറിച്ചും അതിന്റെ ചാർജിങ് കാര്യങ്ങളെ പറ്റിയുമൊക്കെ പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ള സംശയമാണ് അതിന്റെ ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ടുള്ളത്. പവർ പ്ലഗിൽ നിന്നും വൈദ്യുതി ബാറ്ററി സെല്ലിലേക്ക് എത്തുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ബാറ്ററി ചാർജ് ആവുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വാഹനം ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ വലിയ അളവിൽ വൈദ്യുതി ബാറ്ററിയുടെ സെല്ലിലേക്ക് എത്തുന്ന സമയത്ത് രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിക്കുകയും അതിനാൽ തന്നെ ഉയർന്ന ഊഷ്മാവ് അതിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സമയത്ത് വാഹനത്തിന്റെ ബാറ്ററി പെട്ടെന്ന് ചൂടാകും. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് അതിന്റെ സെല്ലുകളിലെ രാസഘടനയിൽ മാറ്റം വരുത്തുകയും സെല്ലുകൾ നശിക്കാൻ ചെയ്യുന്നത് മൂലം ബാറ്ററിയുടെ ആയുസ് കുറയുകയും ചെയ്യും. ഈ ഒരു കാരണം കൊണ്ടാണ് സ്ലോ ചാർജിങ് ചെയ്യുന്നതാണ് ബാറ്ററിയുടെ ആയുസിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇനി ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ള ആളുകൾ 4 തവണ ഫാസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ സ്ലോ ചാർജ് നിർബന്ധമായി ചെയ്യുന്നത് ബാറ്ററിയുടെ ആയുസിനെ വളരെ വേഗത്തിലുള്ള നാശത്തിൽ നിന്ന് സംരക്ഷിക്കും. അതുപോലെ തന്നെ കൂടുതൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന മറ്റൊരു സംശയമാണ് ബാറ്ററി ചാർജ് ചെയ്ത് തുടങ്ങിയാൽ ഫുൾ ചാർജ് ചെയ്യണോ എന്നത്. അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ 100% ആക്കുന്നതാണ് നല്ലത്. കാരണം ബാറ്ററിയിലുള്ള സെല്ലുകളുടെ എണ്ണത്തിനനുസരിച്ച് അതിലെ വോൾട്ടേജും ബാലൻസ് ആയി നിൽക്കണമെങ്കിൽ ബാറ്ററി എല്ലായ്പ്പോഴും 100% ചാർജ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും ചില ആളുകൾക്കുള്ള ഒരു തെറ്റായ ധാരണയാണ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ 80% മാത്രമേ ചെയ്യാവൂ എന്നത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം എന്നത് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആദ്യത്തെ 80% വരെ ചാർജ് ആവാൻ എടുക്കുന്ന വേഗതയേക്കാൾ കുറവായിരിക്കും പിന്നീട് 100%ത്തിലേക്ക് എത്തുവാൻ വേണ്ടി വരിക എന്നതാണ്. എന്നാൽ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്തെന്നാൽ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഫാസ്റ്റ് ചാർജിങ് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് 0 to 80% വരെയാണ്. അതായത് വാഹനം ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ 80% ചാർജ് ആവാൻ എത്ര സമയം എടുക്കുന്നു എന്ന് കണക്കാക്കുന്നതിന്റെ അടിസ്ഥാനമാണിത്. എന്തെന്നാൽ 80%ത്തിന് ശേഷമാണ് സെൽ ബാലൻസിങ് ആരംഭിക്കുന്നത്. എന്നാൽ ഓരോ നിർമ്മാതാക്കളിലും ഇത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ചില മോഡലുകളിൽ 85%ത്തിന് ശേഷമായിരിക്കും സെൽ ബാലൻസിങ് നടക്കുക. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് കാറുകളുടെ ആയുസിനെ പറ്റിയുള്ള സംശയങ്ങളും. ഒരു EVയുടെ ആയുസ് അതിന്റെ ബാറ്ററിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബാറ്ററിയുടെ ഒരു സെല്ലിന്റെ ആയുസ് ശരാശരി 2000 സൈക്കിളാണ്. എന്നാൽ ഇപ്പോൾ ഇതിലും കൂടിയ സൈക്കിളുള്ള ബാറ്ററിയും വരുന്നുണ്ട്. അതായത് ഒരു ബാറ്ററി ഒരു തവണ ചാർജ് ചെയ്ത് അത് ഡിസ്ചാർജ് ആയി കഴിയുമ്പോഴാണ് ഒരു സൈക്കിൾ എന്ന് പറയുക. ഇങ്ങനെ ഒരു ഫുൾ ചാർജ് 200 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുകയാണെങ്കിൽ 2000 സൈക്കിളിൽ 4 ലക്ഷം കിലോമീറ്റർ ഓടിക്കാം. അതുമാത്രമല്ല ചാർജ് ചെയ്യുന്ന രീതിയും കൂടി അനുസരിച്ചാണ് ബാറ്ററി ലൈഫ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ലോ ചാർജിങ്ങിൽ ബാറ്ററി കൂടുതൽ കാലം നിലനിൽക്കും. ഇനി ഓരോ ബാറ്ററിയുടെയും വാറണ്ടിയെ പറ്റിയും കാലാവധിയെ പറ്റിയും ഒക്കെ ആലോചിച്ചാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ വിലയുടെ 35% മുതൽ 40% വരെ ബാറ്ററിക്കാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓർക്കുമ്പോഴാണ് എല്ലാവരും ഒരു EV എടുക്കുന്നതിനെ വളരെ പേടിയോടെ കാണുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വാറണ്ടി കഴിഞ്ഞാൽ പോലും ഒരു വാഹനത്തിന്റെ ബാറ്ററി തകരാറിലായി കഴിഞ്ഞു എന്ന് കരുതി ബാറ്ററി പൂർണ്ണമായും മാറ്റേണ്ടത് വരുന്നില്ല. കാരണം ഒരു ബാറ്ററി എന്നത് സെൽ, മൊഡ്യൂൾ, കേസ് എന്നിങ്ങനെയുള്ള പല ഭാഗങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. നമ്മളൊരു IC എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ തന്നെ പിസ്റ്റൺ, പ്ലഗ്, ഇഞ്ചക്ടർ, പമ്പ് എന്നിങ്ങനെ പല ഭാഗങ്ങളും ഉണ്ടാവും. അപ്പോൾ അവയിൽ എന്തിനാണോ കുഴപ്പം വന്നിട്ടുള്ളത് ആ ഒരു ഭാഗം മാത്രം മാറ്റിയാൽ മതി. അതുപോലെ തന്നെയാണ് ഒരു ഇലക്ട്രിക് ബാറ്ററിയുടെ സെൽ മൊത്തം ഒരുമിച്ച് കേടാവാറും ഇല്ല. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സെല്ല് മാത്രം മാറ്റിയാൽ മതി. അതേപോലെ തന്നെ കേസിനാണ് അപകടം സംഭവിച്ചിട്ടുള്ളെങ്കിൽ കേസ് മാത്രം റിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ള ഒരുവിധ കാര്യങ്ങളും നമുക്ക് വളരെ ചെറിയ വിലയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതേപോലെ കമ്പനിയുടെ വാറണ്ടി കഴിഞ്ഞാലും അതിൽ എന്താണോ കേടായത് എന്ന് പരിശോധിച്ച് അത് മാത്രം മാറ്റിയാൽ മതിയാവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വാഹനത്തിന്റെ വാറണ്ടി മാനദണ്ഡങ്ങൾ കഴിഞ്ഞു എന്ന് കരുതി വാഹനത്തിന്റെ 40%-ഓളമുള്ള വില വീണ്ടും മുടക്കി പുതിയ ബാറ്ററി വാങ്ങണം എന്ന് ഒരിക്കലും അർത്ഥമില്ല.
പകരം ആ ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അത് പരിഹരിക്കുക. അതിന് വളരെ ചുരുങ്ങിയ പണം മാത്രമേ ആവശ്യം വരികയുള്ളൂ. ഇനി പ്രശ്നങ്ങൾ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. മാത്രമല്ല, ഇപ്പോൾ പല വാഹന കമ്പനികളും അവരുടെ വാഹനത്തിന്റെ ബാറ്ററി കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അതിന്റെ സെല്ലുകൾ മാറ്റി കൊടുക്കാറുണ്ട്. എന്നിട്ട് വാറണ്ടി കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനികളും ഉണ്ട്. ഇനി മറ്റൊരു സംശയം EVകൾ ബ്രേക്ക് ഡൗൺ ആവുന്നതിനെ കുറിച്ചാണ്. ഒരു ഇലക്ട്രിക് വാഹനം 2 തരത്തിൽ ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. അതിലൊന്ന് സാങ്കേതികമായിട്ട് സംഭവിക്കുന്നതാണ്, മറ്റൊന്ന് ഉപയോഗിക്കുന്നതിലെ കുഴപ്പം കൊണ്ട് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും 100% ചാർജ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. കാരണം ചാർജിങ്ങിലെ പോരായ്മ കാരണം സെൽ ബാലൻസിങ് തകരാറിലാവുകയും വാഹനം ബ്രേക്ക് ഡൗൺ ആവാനും പിന്നീട് ചാർജ് കയറാതെ വരികയും ഒക്കെ ചെയ്യും. ഇനി മറ്റു പ്രശ്നങ്ങൾ വല്ലതുമാണെങ്കിൽ RSA അഥവാ റോഡ് സൈഡ് അസിസ്റ്റ് പോലുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നതിലുള്ള ആശങ്കയാണ്. പലതരം ടെസ്റ്റുകൾക്കും വിധേയമാക്കിയത് കൊണ്ട് തന്നെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ പ്രൊട്ടക്ഷനുകളും ബാറ്ററിക്ക് കമ്പനി നൽകിയിട്ടാണ് അത് വാഹനത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഘടിപ്പിക്കുന്നത്. എന്നാലും വേനൽക്കാലങ്ങളിൽ കൂടുതൽ സമയം പുറത്ത് നിർത്തുകയാണെങ്കിൽ കഴിവതും തണലുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുക. കാരണം കൂടുതൽ ചൂട് കൂടുന്ന സമയത്ത് വാഹനം വെയിൽ കൊണ്ട് ചൂട് കൂടാനും ബാറ്ററി ഡിസ്ചാർജിങ് നടക്കാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്രകളിൽ വേനൽക്കാലത്തെ ചൂടും കൂടി ആവുമ്പോൾ ബാറ്ററിയുടെ ചൂട് താരതമ്യേന കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വേനലിലായാലും അല്ലാത്തപ്പോഴും ചാർജ് ചെയ്യുന്നതിന് മുൻപ് ബാറ്ററി കൂളാകാൻ വേണ്ടി അല്പസമയം കാത്തു നിൽക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കാർ വാഷ് ചെയ്യുന്ന സമയത്ത് പുറം ഭാഗത്തൊക്കെ നമ്മുടെ സാധാരണ കാർ വാഷ് ചെയ്യുന്നത് പോലെ തന്നെ കഴുകാം. എന്നാൽ അണ്ടർ ബോഡി, വീലാർച്ചിനുള്ളിൽ പോലുള്ള സ്ഥലങ്ങളിൽ കഴിവതും പ്രഷർ വാഷർ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല, വാഷ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇനി ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഉള്ള ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയലാഭം നോക്കുന്നതിനാൽ കൂടുതലും DC ഫാസ്റ്റ് ചാർജിങ് ആണ് പലരും ഉപയോഗിക്കുക. എന്നാൽ ഹോട്ടലിലോ മറ്റോ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്ലോ ചാർജിങ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്ലോ ചാർജ് ചെയ്യുമ്പോൾ എർത്ത് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ 2.5 സ്ക്വയർ mm ഗേജ് ഉള്ളത് തന്നെ ഉപയോഗിക്കുക. മാത്രമല്ല, 15 മീറ്ററിൽ കൂടുതൽ നീളമുള്ള കേബിൾ ആണെങ്കിൽ ഗേജ് കൂട്ടുക തന്നെ വേണം. ഇനി മറ്റൊരു കാര്യം എന്നത് ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഗണ്ണ് ഊരിയെടുക്കരുത്. കാരണം ഹോം ചാർജിങ് ഗണ്ണിൽ ഒരു വോൾട്ടേജ് പ്രൊട്ടക്ടർ, ടെമ്പറേച്ചർ മോണിറ്ററിംഗ് എന്നിവയെല്ലാം ഉണ്ടാവുന്നതാണ്. മാത്രമല്ല, രാത്രി പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഓഫ് ചെയ്താൽ മതി. കാരണം ചാർജ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും തനിയെ കട്ട് ഓഫ് ആവാനുള്ള സാങ്കേതിക വിദ്യ ഓരോ വാഹനത്തിലും കമ്പനി കൊടുത്തിട്ടുണ്ടാവും. ഇനി പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ബാറ്ററിയുടെ ക്ഷമത കുറവ് ലഭിക്കുന്നു എന്ന്. അതിന് ചെയ്യേണ്ടത് മറ്റു IC എഞ്ചിൻ വാഹനങ്ങളിലേതുപോലെ ആവശ്യമില്ലാതെ ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക എന്നതാണ്. കാരണം ആക്സിലറേഷന്റെ തുടക്കത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പീക്ക് ടോർക്ക് ലഭിക്കും എന്നതിനാൽ തന്നെ ആക്സിലറേഷൻ കൂടുന്നതിനനുസരിച്ച് ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറയുകയും ചെയ്യും. മാത്രമല്ല, ബ്രേക്ക് ചെയ്യേണ്ടുന്ന അവസരങ്ങളിൽ റീജനറേറ്റീവ് ഉപയോഗിക്കുന്നതിലൂടെ ഊർജം പുനരുപയോഗം ചെയ്യുന്നതും ക്ഷമത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കുത്തനെയുള്ള ഇറക്കങ്ങളിലും റീജനറേറ്റീവ് തന്നെ ഉപയോഗിക്കുക.